ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി കേക്കാണ്, പാലട കേക്ക്. നിങ്ങളിൽ ചിലരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടാവും. ഇല്ലാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് 3 തവണ അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞ് വരുമ്പോൾ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അല്പമായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ചേർക്കേണ്ടി വരും. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും 1/4 കപ്പ് പാലും അല്പമായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് പതിയെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്റർ ഒഴിച്ച് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കത്തി വെച്ച് കുത്തി നോക്കി വേവ് ഉറപ്പ് വരുത്താം. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനി 3 പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലട പായസം റെഡിയാക്കണം. അതിനായി 300 ഗ്രാമിൻ്റെ പാലട പായസം മിക്സാണ് എടുക്കുന്നത്. ഒരു പാനിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പാലട മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറുതായി കുറുകി വരുമ്പോൾ സ്പോഞ്ച് വെറ്റ് ചെയ്യുന്നതിനായി ഇതിൽ നിന്നും അല്പം പാൽ മാത്രം എടുത്തു വെക്കണം. ഇത് കുറച്ച് തിക്കായതുകൊണ്ട് ഇതിലേക്ക് അല്പം പാൽ കൂടി ചേർത്ത് ലൂസാക്കി എടുക്കാം. പാലട പായസം നന്നായി കുറുക്കിയെടുക്കണം. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നതിനായി വെക്കാം. ഇനി ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം.
നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അതിനായി ആദ്യം അല്പം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. മുകളിലായി ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായി നേരത്തെ വെറ്റ് ചെയ്യുന്നതിനായി മാറ്റിവെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. പാലട ഒലിച്ചു പോകാതിരിക്കാൻ ഒരു ബോർഡർ ചെയ്യണം. മുകളിലായി പാലട പായസം ഒഴിക്കാം. ഇതുപോലെ ബാക്കിയുള്ള ലെയറും ചെയ്തെടുക്കാം. ഇനി മുകളിലായി ബാക്കിയുള്ള ക്രീം വെച്ച് കോട്ട് ചെയ്തെടുക്കാം. ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ക്രീമിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്യാം. കറക്റ്റ് ഒരു ഷേപ്പാക്കി എടുക്കാം. ഇനി ടോപ്പിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലട കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.